ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഈദ് ഹോളിഡേയ്സിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മൾ ഷാർജയിലെ ഒരു സൂവിൽ വിസിറ്റ് ചെയ്യാൻ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലാണ് ഞാൻ നമ്മുടെ ഷാർജ ഡെസേർട്ട് പാർക്ക് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ പേരും കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറയാം. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളവിടെ കണ്ട രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ, നമ്മൾ എൻജോയ് ചെയ്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകാനുള്ള റെഡിയാകലിലാണ്. അപ്പോൾ നമ്മളിതാ മക്കളെയൊക്കെ റെഡിയാക്കി ഞങ്ങളും റെഡിയായി ഒരു 4-4:30 മണിയോട് കൂടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഷാർജ ഡെസേർട്ട് പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ട്ഡോർ അല്ല. നമുക്ക് പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും അതുപോലെ തന്നെ നമുക്ക് ബേർഡ്സിനെയും ഒക്കെ നമുക്ക് ഇൻഡോറായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഷാർജ മോസ്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഷാർജ ഡെസേർട്ട് പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഫ്രണ്ട്സും എല്ലാവരും വഴിയെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് ഒരുമിച്ച് ഉള്ളിലേക്ക് കയറാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാർക്ക് എത്താറായപ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളും ഒരു പച്ചപ്പും എല്ലാം കണ്ടു. അപ്പം വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ഈ ഒരു നമ്മുടെ ഷാർജ ഡെസേർട്ട് പാർക്കിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് 2 വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം 1 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ട ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ ബേർഡ്സിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ച് കൂടുതൽ സ്നേക്സിൻ്റെ കുറച്ച് കളക്ഷൻസ്, കുറച്ച് ഇഴജന്തുക്കളുടെ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ ഷാർജ ഡെസേർട്ട് പാർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിൻ്റെ ആ ഒരു ഏരിയ എത്തിയപ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ ഒരുപാട് പ്ലാന്റ്സ്, ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്യൂ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ, അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അത്യാവശ്യം വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതിയെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സും കസിൻസും നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. കാരണം ഈദ് ഹോളിഡേയ്സും കാര്യങ്ങളുമൊക്കെ കാരണം കൂടുതൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ റഷാണല്ലോ ആ ഒരു ഈദ് ഹോളിഡേയുടെ ആ ഒരു സമയത്ത്. പിന്നെ സാറ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കാണണം, ഏതെങ്കിലും സൂവിൽ കൊണ്ടുപോകണം എന്നൊക്കെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇങ്ങനെ ഒരു ദിവസം പോകണം എന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണേലും കൊച്ചിൻ്റെ സ്കൂള് തുറക്കുന്നതിന് മുന്നേ തന്നെ ഈദ് ഹോളിഡേയ്സിൽ തന്നെ നമുക്ക് ഈ ഒരു സുവോളജിക്കൽ പാർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് പാർക്കിൽ പോകാൻ പറ്റി. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇവിടെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 6 മണിക്കെങ്ങാണ്ട് ക്ലോസ് ചെയ്യും. അത് 6-നാണോ 6:30-ക്കാണോ ക്ലോസ് ചെയ്യും. 6:30 വരെ എങ്ങാണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അലോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വരുന്നവർ അത്യാവശ്യം നേരത്തെ വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻഡോർ ആണെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഡോർ ആയിരുന്നെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ വന്നേനെ. അപ്പോൾ ഔട്ട്ഡോർ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു 4 മണിയൊക്കെ ആവാനായിട്ട് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇൻഡോർ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ വന്നതിന് ശേഷം ഒരു 6 മണിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു.
അപ്പോൾ ഇനി നമ്മൾ വരുമ്പോഴത്തേനും കുറച്ച് മുന്നേ വരാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്താണ് ഇതിൽ മുതിർന്നവർക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് എന്തോ 30 ദിറംസോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ദുബായിലുള്ളവർ അല്ലെങ്കിൽ UAE-യിലുള്ളവർ, ഷാർജയിലൊക്കെ ഉള്ളവർ ഇവിടെ ഒരു തവണയെങ്കിലും വരിക. ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഷുവറായിട്ടും കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കുക. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അവരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഷാർജയിൽ ഡെസേർട്ട് പാർക്ക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കുള്ള പേരും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്തോളാം. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഡെസേർട്ട് പാർക്കിൻ്റെ ഉള്ളിലൂടെ പോവുകയാണ്. അപ്പോൾ വണ്ടി നമുക്ക് ഏകദേശം നമുക്ക് ആ കാണാൻ കയറുന്ന ആ ഒരു സ്ഥലം വരെ നമുക്ക് വണ്ടി കയറ്റാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നാണ് നമ്മൾ എല്ലാ ബേർഡ്സിനെ ആണെങ്കിലും ആനിമൽസിനെ ആണെങ്കിലും എല്ലാം കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ്. ഒരു ഗ്ലാസ് ഹൗസ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനിത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ എന്താണേലും ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക. കാര്യം നമ്മളിവിടെ ഇത്രയും നാളുണ്ടായിരുന്നിട്ടും നമ്മൾക്ക് ഇവിടെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഈ സ്ഥലത്തിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഉപകരിക്കുകയാണെങ്കിൽ വന്ന് കാണുക. അപ്പോൾ മുതിർന്നവർക്കുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 30 ദിറംസും, കുട്ടികൾക്ക് എന്തോ ഫ്രീ ആണ്, ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡെസേർട്ട് പാർക്കിൻ്റെ പേരെന്ന് പറയുന്നത് അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്റർ എന്നാണ്. അപ്പോൾ എനിക്ക് പേര് വിട്ടുപോയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഷാർജയിലാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിന് ഇനിയും കുറച്ച് കൂടുതൽ വിശേഷങ്ങളുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ബേർഡ്സിനും ഓരോ ആനിമൽസിനും അവരുടെ ഇതിനനുസരിച്ചിട്ട്, അവരുടെ ബയോഡൈവേഴ്സിറ്റിക്ക് അനുസരിച്ച് അവർക്ക് കിടക്കാനായിട്ട് ആവശ്യമുള്ള രീതിയിലുള്ള ഐറ്റംസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നാച്ചുറലായിട്ട് ഉള്ള പോണ്ട്, അങ്ങനെ ആർട്ടിഫിഷ്യലി പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നാച്ചുറൽ ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം നാച്ചുറൽ തന്നെയാണ്. അപ്പോൾ ബേർഡ്സിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്ക് വാട്ടേഴ്സും അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സോയിലും അതുപോലെ തന്നെ റോക്സും ഒക്കെ ആയിട്ട് പ്ലാന്റ്സ് ഓഫ് മൗണ്ടൻ ഹാബിറ്റാറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം വീഡിയോയിലായതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കണം, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു. ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒരു ഹാബിറ്റാറ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ ബേർഡ്സ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബേർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വാട്ടറും ഫുഡും എല്ലാം നെസ്റ്റും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് ഓരോ ബേർഡ്സിനും ഓരോ ആനിമൽസിനും അതുപോലെ തന്നെ ക്രീപ്പേഴ്സിനാണെങ്കിലും ക്ലൈംബേഴ്സിനാണെങ്കിലും അവരുടെ ഹാബിറ്റാറ്റിന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി പോലെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബേർഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബേർഡ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേരും കാര്യങ്ങളും ഒന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഒരുപാട് ടൈപ്പ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, കുട്ടികൾക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സൈറയ്ക്കും ഒക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അവർ ഇനിയും വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ ഈ നമ്മൾ ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നാച്ചുറലായിട്ടുള്ള
ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ഫസ്റ്റ് ടൈമാണിത് കേൾക്കുന്നതും കാണുന്നതും എല്ലാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഷാർജയിൽ തൊട്ടടുത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നിട്ട് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും അതുപോലെ തന്നെ കാണുന്നത്. ഇക്കടെ ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മൾ ഈ ഒരു സംഭവം അറിയുന്നത്. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഷാർജ സൂവിൽ പോകാനായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇക്കടെ ഫ്രണ്ട് പറഞ്ഞത് ഷാർജ സൂവിനെക്കായാലും കാണാനുള്ളത് ഈ ഒരു ഷാർജ ഡെസേർട്ട് പാർക്ക് സെൻറ്ററിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടേക്ക് വന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ ബേർഡ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ മുന്നോട്ട് ഇനിയിപ്പോൾ ആനിമൽസിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കാട്ടുപൂച്ച, ഡിഫറെൻറ്റ് വെറൈറ്റി ക്യാറ്റ്സിൻ്റെ ഒരു എന്താ പറയുക ഐറ്റം കളക്ഷൻസും ഉണ്ട്. അങ്ങനെ ഒരുപാട് പല പിന്നെ ബേർഡ്സിൻ്റെ തന്നെ വേറെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ബോർഡും കാര്യങ്ങളും ഒന്നും വായിച്ച് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ കണ്ടത് ഒരു രസകരമായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നൈറ്റ് ആനിമൽസിൻ്റെ, അപ്പോൾ അവർക്ക് ഒരു ഇരുട്ട് രീതിയിലൊക്കെയാണ് അവരെ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഹാബിറ്റാറ്റിനനുസരിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ആ ഒരു ഗ്ലാസ് കവറിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് വളരെ സേഫായിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഫുള്ള് ഒരു ഗ്ലാസ് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെന്താ ഡിഫറെൻറ്റ് റാറ്റിൻ്റെ കളക്ഷൻസ്. അപ്പോൾ റാറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ക്യാരറ്റ്സും റാറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഡയറക്റ്റ് കാണുന്ന പോലെ തോന്നും. എല്ലാം ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ റാറ്റിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് ബേർഡ്സിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടു. എന്തൊക്കെ പറഞ്ഞാലും വീഡിയോയിലൂടെ കാണുമ്പോഴത്തേനും അതിൻ്റേതായ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് മങ്കീസ്. അപ്പം നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ മങ്കീസിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളക്ഷൻ കാണുകയാണ്. ഗോറില്ലാസും അങ്ങനെ പല ടൈപ്പ് മങ്കികൾ ഒരു ഏരിയയിൽ ഡിഫറെൻറ്റ് മങ്കീസിനെ ഇട്ടിരിക്കുകയാണ്. അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ചില ആനിമൽസൊക്കെ നമ്മളെ കാണുമ്പോഴത്തേനും ഗ്ലാസിൻ്റെ അടുത്തേക്ക് വന്ന് ഒക്കെ പോകുന്നുണ്ട്. ചില ആനിമൽസിനെ നമ്മൾ ദൂരെ നിന്നാണ് കാണേണ്ടത്. ഇതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചീറ്റ ഉണ്ട്, ലെപ്പേർഡ്സ് ഉണ്ട്, ടൈഗർ, അങ്ങനെ ലയൺസ്, അങ്ങനെ വലിയ വൈൽഡ് ആനിമൽസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത ഇവിടെ ഇനിയിപ്പോൾ ആരാന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് അവിടുത്തെ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ആ ഒരു ഡോറിൽ വഴി കുറച്ച് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടത് കൊണ്ട് നമ്മൾ അതുവഴി ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഡെസേർട്ടിൻ്റെ ബാക്കിലുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ആനിമൽസിൻ്റെ കാണാനുള്ള വ്യൂവിലേക്ക് പോകും. ഇപ്പോൾ ജസ്റ്റ് ഒരു ലേക്ക് പോലെ, പോൺസ് പോലെയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോക്സ്. അപ്പോൾ അത് നമുക്ക് ഫോക്സാണോ ഇത്? അപ്പോൾ ഇതും വേറെ എന്തോ ഒരു ആനിമൽ, ഡോഗ് പോലത്തെ അങ്ങനെ എന്തോ ഒരു ആനിമൽ. അപ്പോൾ അതും നമ്മുടെ അടുത്ത് ഗ്ലാസിൻ്റെ അടുത്തൂടെ നമ്മൾ കണ്ടു. ഇതെന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ചീറ്റേനെ കണ്ടു. അങ്ങനെ വളരെ സമാധാനമായിട്ട് വളരെ ശാന്തമായിട്ട് നടക്കുന്ന ഒരു ചീറ്റേനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടത്. പിന്നെ അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് ഇതാണ് ചീറ്റ. അപ്പോൾ നമുക്ക് വന്നതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ, ഇത്രയും ആനിമൽസിനെ അതുപോലെ തന്നെ ഇത്രയും ബേർഡ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ്, ഇതുപോലെയുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇതെന്ന് പറയുന്നത് 2 ചീറ്റാസാണ്. ഡയറക്റ്റ് കാണുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്തൂടെ നടന്നു പോകുന്ന ചീറ്റാസിനെയും അതുപോലെ തന്നെ ടൈഗറിനെയും ലയൺസിനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
തൊട്ടടുത്തൂടെ ഗ്ലാസിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് ഇത് ഒക്കെ ഈ നടന്നു പോകുന്നത്. അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സീസണും കാര്യങ്ങളും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ സമ്മറിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെന്താണേലും പോയപ്പോഴത്തേനും 6 മണി വരെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. അങ്ങനെ നമ്മളിതാ ഇന്ന് ഞാൻ ഈ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പുറത്തേക്ക് പോവാണ്. നമ്മൾ ആ ഒരു വൈൽഡ് ലൈഫ് സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ന് പറയാം, ഞാൻ വീണ്ടും പറയുകയാണ്, ദുബായിലുള്ളവർ മസ്റ്റായിട്ട്, ദുബായിലുള്ളവർ അല്ലെങ്കിൽ ഷാർജയിലുള്ളവർ, UAE-യിലുള്ളവർ മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് റേറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കൂടുതൽ ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ ഈ ഒരു അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്ററിൻ്റെ നെക്സ്റ്റ് ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.